ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 6:18 രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും, നിനക്ക് പ്രതിഫലം നൽകും. ദൈവത്തിന് നിനക്ക് മാത്രം അറിയാവുന്ന കുറെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയത്തില്ലത്. അപ്പോൾ ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി നീ തോറ്റു കൊടുത്തതായിരിക്കാം, ഉടമ്പടിയിലെ വിശുദ്ധിയോടെ നിലനിൽക്കാൻ വേണ്ടി നീ അംഗീകരിച്ചു കൊടുത്തതായിരിക്കും. അപ്പോൾ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ അത് നിൻ്റെ വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് ദൈവം ഏറ്റെടുക്കുകയും. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കേസുകളൊക്കെ ഉണ്ടാകുന്നത് ദുരിതമാണ്. ശരിക്കും കേസുകൾ ഉണ്ടാകുന്നത് ദുരിതമാണ്. അങ്ങനൊരു വാക്ക് ബൈബിളിലുണ്ട്, അല്ലേ? നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്, വിജാതിയരുടെ കോടതിയിൽ നിങ്ങളുടെ വിഷയം തീരുമാനിക്കാൻ ഇടവരരുത്. Take the word of God. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:5 മുതലുള്ള തിരുവചനങ്ങൾ. 1 കൊരിന്തോസ് 6:5. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. സഹോദരർ തമ്മിലുള്ള വഴക്കുകൾ തീർക്കാൻ മാത്രം ജ്ഞാനിയായ ഒരുവൻ പോലും നിങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് വരുമോ? സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു. അതും വിജാതീയരുടെ ന്യായാസനത്തെ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പോൾ ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇപ്പം കേസില്ലേ, കുറേ ആൾക്കാർ കേസിൻ്റെ പേപ്പർ കൊണ്ടൊന്ന് എനിക്ക് തരും. അച്ഛാ ഇത്രാം തീയതി കേസാണ്, കേസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനത് വാങ്ങിച്ച് മാതാവിനെ കൊടുത്തിട്ട് തിരിച്ചു തരും. കാര്യം ആ കേസ് ഞാൻ ചോദിച്ച് എനിക്കറിയത്തില്ല. ഇവർ വക്കീൽ പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും ഇവർ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയായിരിക്കും. കാര്യം നമ്മളൊരിക്കലും കേസ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേസ് ജയിക്കുക? ഒരിക്കലും കേസ് ജയിക്കത്തില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ കേസ് നിലനിൽക്കുക? കേസ് നിലനിൽക്കത്തില്ല. പിന്നെ എന്ത്? ഇല്ലാത്ത കാര്യങ്ങൾ പറയണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയണത് തന്നെ നിങ്ങളുടെ തമ്മിൽ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയമാണെന്നല്ലേ പറയണത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്തു പറ്റും? അപ്പം തന്നെ നമ്മൾ ഉടമ്പടിയിലും എല്ലാത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇടയിൽ നീതി ഉണ്ടെങ്കിൽ, അനീതി ഉണ്ടാക്കാതിരുന്നാൽ മതി. നീതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകാം. നീതി ഇല്ലെങ്കിൽ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ നീതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിനിടയ്ക്ക് വാങ്ങിച്ച സ്വർണം നിങ്ങൾ പറയണ 50 പവൻ തന്നെന്ന് പറയും. ഞാൻ 50 പവനും കൊണ്ടാണ് വന്നത്, 50 ലക്ഷം രൂപയെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം കൂടി 20 പവനേ ഉണ്ടായിരുന്നുള്ളതെന്ന്. കേസ് ഇപ്പോൾ വക്കീൽ പറയണ 20 പവൻ എന്നാ ഉണ്ടാകാനാ, അതുകൊണ്ട് നിങ്ങൾ 50 എഴുതാൻ പറയും. അപ്പോൾ ആരാണ്? ഈ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. വക്കീൽ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വക്കീലാണ് അവിടെ കർത്താവ്, യേശു അല്ല.
അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്, യേശു കർത്താവാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്ഥാനത്ത് തീരുമാനമെടുക്കാൻ സഹായിച്ച കള്ളക്കർത്താക്കന്മാരുണ്ട്. അവരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. എന്താ കാര്യം? വക്കീലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല, അയാളുടെ പയറ്റിപ്പഴപ്പാണത്. അതങ്ങനെ പറഞ്ഞാലേ കേസ് നിൽക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നീ നിൽക്കത്തില്ല. എന്താ കാര്യം? നീ 50,000 രൂപയ്ക്ക് ദൈവത്തിന് ഒറ്റിക്കൊടുത്ത് കള്ളത്തരം പറഞ്ഞിട്ട് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് അടിച്ചു മാറ്റാൻ മറുപറയെ വന്നിരിക്കുന്ന ആളാണ്, ദൈവത്തിന് അറിയത്തില്ലേ? അപ്പം നീ കേസ് ജയിച്ചാലും ജീവിതകാലം മുഴുവൻ തോറ്റ ഇഫക്റ്റാണ് വരാൻ പോണത്. ജീവിതകാലം മുഴുവനും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന കാര്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണ് ഈശോ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഉറങ്ങി പ്രാർത്ഥിക്കാവുന്ന പല വിഷയങ്ങളും കാണുകയെ ചിലപ്പോൾ നമുക്കറിയത്തില്ല എന്താണെന്ന്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണത്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തിയ പരാജയമാണ് ആ സംഭവം. പ്രലോഭനങ്ങൾ ഉൾപ്പെട്ടു പോയാൽ അത് ഈ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പറഞ്ഞ എന്താണ്? പ്രലോഭനങ്ങളിൽ ഒരിക്കൽ ഉൾപ്പെട്ടു പോയാൽ നീ കോടതി ജയിക്കുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കോടതി തോറ്റു. സർട്ടിഫിക്കറ്റ് വരുമ്പോൾ തോറ്റതായിട്ടാണ് വരണത്. എല്ലായിടത്തും ജയിച്ച് വന്നാൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ജയിച്ചു, 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞിട്ട് എന്നത്തിനാണ് സർട്ടിഫിക്കറ്റ്? 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ജയിച്ചു, കൊച്ചു കള്ളങ്ങളും തിരിമറികളൊക്കെ പറഞ്ഞ് ജയിച്ചു. 10ാം ക്ലാസ്സിൽ ദൈവത്തിൻ്റെ കോടതി വന്നപ്പോൾ തോറ്റുപോയി. 10ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോൾ തീർന്നില്ല പരിപാടി. ഇത്രയും നാൾ ജയിച്ചത് വെള്ളത്തിലായില്ലേ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രൊട്ടക്ഷൻ പ്രെയറാണ്. കാര്യം ഒരു മനുഷ്യനെ പ്രാർത്ഥനാ ജീവിതം പരിക്കില്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നാമത്തെ പ്രീ റിക്വസ്റ്റാണ് എന്താണ്? പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. എനിക്ക് കാലഘട്ടത്തെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെയും കന്യാസ്ത്രീനെയും ബിഷപ്പിനെയും എല്ലാം പൊതുജനം ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങളുടെ ആധ്യാത്മിക ധാർമ്മികതയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് വൈദികർ തന്നെ സഭയ്ക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാവോ? ഈ വൈദികരും സിസ്റ്റേഴ്സും തന്നെ സഭയ്ക്കെതിരെ തിരിയുന്നത് കമ്പ സാത്താൻ അവരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയല്ലേ. അപ്പം അത് വിശ്വസിച്ചുകൊണ്ട് കുറേ കയ്യാലപ്പുറത്തെ തേങ്ങ അതിനാലും മാറിക്കിട്ടും. എന്താ കാര്യം? ഈ അച്ഛനിലും കന്യാസ്ത്രീയിലും നമുക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു തലമുറയില്ലേ, ആ സാധനം വൈപ്പ് ഔട്ട് ചെയ്ത് കിട്ടും. ആരല്ലേ വിശ്വസിക്കേണ്ടത്? അതൊക്കെ മനുഷ്യന്മാർ ചിലപ്പോൾ ശരിയുമാകും തെറ്റുമാകും. ശരി തെറ്റാണെന്ന് കേസിൽ കുറ്റവാമുക്തനാക്കിയ ആൾക്കാരെ വീണ്ടും കുറ്റവാളിയാക്കാൻ വേണ്ടി സഭയുടെ ഉള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ ആ അരൂപി നീതിയുടെ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ സഭയെ ഡാമേജ് ചെയ്യുന്ന കാരണം സഭയെ ഡാമേജ് ചെയ്തുകൊണ്ടാലും ഒരു നീതി ഉണ്ടാക്കണം. ആർക്ക് വേണ്ടിയാണ്? അവർക്ക് വേണ്ടിയല്ലേ, സഭയ്ക്ക് വേണ്ടിയല്ലല്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് ശരിയായിരിക്കാൻ ചിലപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാതിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. എന്താ കാര്യം? ഇവർ ഉണ്ടായിട്ടും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല. അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ മതി സഭയിൽ അവിശ്വാസം തോന്നുക. പക്ഷേ യഥാർത്ഥ വിശ്വാസി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാലം നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെല്ല, ഹസ്ബൻഡ് മനോജ്, കുഞ്ഞ് മകൾ മിക്കയില. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ സെൻറ്റ് അൽഫോൻസ കത്തീഡ്രൽ പാരീഷിൽ നിന്ന് വരുന്നു. നാട്ടിൽ സ്ഥലം അങ്കമാലി ചെത്തിക്കോട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിനെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമായി ലഭിച്ചതിൻ്റെ നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. 2018-19
കാലത്താണ് ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് സിൻചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടത് ഉടമ്പടി എടുക്കുന്നത് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ 5:30 എഴുന്നേക്കാൻ എനിക്ക് സാധിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല. പിന്നീട് കോവിഡൊക്കെ ആയി. എങ്കിലും അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2022 നാട്ടിൽ വരാൻ പറ്റിയത്. 2022 നവംബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം തിരിച്ച് ചെന്ന് ഉടമ്പടി ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല മാതാവിലൊന്നും. കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ എനിക്ക് പുതിയ ക്രമമായി ചെയ്യാൻ എല്ലാം ചെയ്യുന്നതാണെങ്കിലും അതിനൊരു അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാനായിട്ട് ഉടമ്പടി നിബന്ധനകളാണ് സഹായിച്ചത്. ഓരോ ധ്യാനങ്ങൾ കേൾക്കും തോറും അത് എങ്ങനെ കൂടുതൽ നന്നായി അല്ലെങ്കിൽ കൂടുതൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ അത് പ്രായോഗികമായി ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലായത് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ്. വിശ്വാസം കൂടാൻ തുടങ്ങിയത് 2023 ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ മനസ്സിലൊത്തിരി വിഷമമൊക്കെ തോന്നി. അവിടെ ഒരു ധ്യാനം വന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിനിടയിൽ ഡോക്ടറെ കാണാൻ പോയി. ഒരു റെഗുലർ ചെക്കപ്പിനെന്നുള്ള രീതിയിലാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യണം. സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നു 11 സെൻറ്റിമീറ്ററുള്ളൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി സർജറി വേണം. നാട്ടിൽ വരാൻ പറ്റിയില്ല, ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല അത് ആ സമയത്ത്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി നിബന്ധനകളൊക്കെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 24 ഞങ്ങൾ ഒരുമിച്ച് വന്നു. 2 പേരും ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി 2 പേരും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ വീണ്ടും എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഫീലിംഗ് തന്നെ, വേറൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്ലൈറ്റിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ശനിയാഴ്ച ഞാൻ മല കയറാൻ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാം, ഫൈബ്രോയിഡ് ആണോ എന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് ശനിയാഴ്ച ഡോക്ടറെ കാണുമ്പോൾ അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്തത് 6 വീക്സ് പ്രഗ്നൻസി ആയിരുന്നു. എങ്ങനെയാണ് മാതാവിനോട് ഈശോയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 16 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. 2020 എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തിയതാണ്. പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. കൊന്ത എപ്പോഴും ആശങ്കകളും ഒക്കെ വരുമ്പോൾ കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും ഇത് രണ്ടുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചു ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡും ഉണ്ട്, പ്രഗ്നൻസിയും ഉണ്ട്. രണ്ടും ഒപ്പം വളർന്ന അത് കോംപ്ലിക്കേഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണ്. അപ്പോൾ അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എനിക്ക് പ്രായമുണ്ട്, മുമ്പൊരു സർജറി യൂട്രസിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം സാധിക്കുമ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നോമ്പ് സമയത്തൊക്കെ ധ്യാനങ്ങൾ വൈകുന്നേരം ധ്യാനമല്ല, കുർബാന, വിശുദ്ധ കുർബാന ഉച്ച കഴിഞ്ഞാണ് എല്ലാ ദിവസവും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ, അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ പോകണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ സമയമൊക്കെ കൊന്ത ചെല്ലണം. അങ്ങനെ 2025 ഡിസംബർ 10 ഞങ്ങൾക്ക് ദൈവം ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവവും മാതാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ എമർജൻസി ആയിട്ട് കൊച്ചിന് പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വരണം എന്ന് തോന്നാനായിട്ട് അപ്പച്ചന് സിക്കായിരുന്നു.
അപ്പോൾ പോരുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയും സമയം വരുമ്പോഴൊക്കെ എങ്ങനെയാകും? പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം. മാതാവ് തന്ന കുഞ്ഞാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോരാനും ഇവിടെ എത്താനും ഇപ്പം മാതാവിൻ്റെ മുമ്പിൽ വന്നു നിന്ന് ഒന്ന് നന്ദി പറയാനും ഒക്കെ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വോളണ്ടറി വർക്കിന് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് പോലീസ് ക്ലിയറൻസ് കിട്ടി. ആദ്യം കുറച്ച് സമയത്തൊന്നും പറ്റേണ്ടായിരുന്നില്ല. പിന്നീട് ഏജ്ഡ് കെയറിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ദിവസം പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി ഒരു വേദപാഠം ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും വേദപാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നീട് എനിക്ക് അങ്ങനെ വേദപാഠം പഠിപ്പിക്കണം അങ്ങനെ ഒരു പ്രചോദനം തോന്നി. പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ക്രോഷേ ചെയ്ത്. ആ സമയം ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകണ സമയത്ത് വിൻ്ററിന് മുമ്പേ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ രോഗികൾക്ക് വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എന്തെങ്കിലും പറ്റുന്ന സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ്. എപ്പോഴും ദേഷ്യം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വളരെ കുറച്ചു നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പ് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അതൊന്നും നോക്കണമെന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നാറില്ല. എനിക്ക് കൊന്ത ചെല്ലണം, എത്ര കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്നാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറ്. 8-10 കൊന്തയൊക്കെ ചെല്ലണം, അത് നിസ്സാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ആദ്യമൊക്കെ ഒരു കൊന്ത ചെല്ലുന്ന കാര്യം പോലും എനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. ഇപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എനിക്ക്. അങ്ങനെയാണ് എൻ്റെ തോന്നലുകൾ വരുന്നത്. ഉടമ്പടിയിലെ നിബന്ധനകളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ഈശോയോട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അടുക്കണം എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ 2023 അവസാനമായപ്പോൾ പുതിയ വർഷമാണ്, എന്ത് മാറ്റം സ്വഭാവത്തിൽ വരുത്തണം എന്ന് ചോദിയപ്പോൾ ഞാൻ ചിന്തിച്ചു 2024 മുടങ്ങാതെ 365 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ 3 സ്ഥാപനങ്ങളിലായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇതിനിടയിൽ മെൽബണിൽ 365 ദിവസം വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ദൈവവും ഈശോയും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. സർജറി അതിൻ്റെ ഇടയിലാണ് ആ മേജർ ഓപ്പൺ അബ്ഡോമിനൽ സർജറി വന്നത്. എങ്കിലും ആ 2 ദിവസം ഒഴിച്ച് ഹസ്ബൻഡ് ഒത്തിരി ഞങ്ങൾ ഒരുമിച്ചാണ് കുർബാനയ്ക്ക് ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ലീവായിരുന്ന സമയത്തും ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് പോവും. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ മെൽബൺ സിറ്റിയിൽ കുർബാനയ്ക്ക്, അവിടെയാണ് കുർബാന. ഒരു ദിവസം 4 കുർബാനയുള്ള പള്ളി അറിയാമായിരിക്കും, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ. അപ്പോൾ കുർബാന മിസ്സാകും ആ ദിവസം എന്ന് തോന്നിയ സിറ്റിയിലേക്ക് ഞങ്ങൾ പോകും കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം ആ ഓപ്പറേഷൻ്റെ അന്നും പിറ്റേ ദിവസവും മാത്രമാണ് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ളൂ. ദൈവം അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പോകാനായിട്ടൊക്കെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈശോയോട് ജീവിതം മാറ്റിമറിച്ചതിന് അനുഗ്രഹം നന്ദി പറയണ്ടേന്ന് അറിയില്ല. അതുപോലെ ജോലിയിലും ഒരു മാറ്റം, കുഞ്ഞുണ്ടായി പ്രഗ്നൻസിയിൽ ഇത്രയും കോംപ്ലിക്കേഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാഗ്രഹിച്ചു ഒരു പാർട്ട് ടൈം ജോലിയിലേക്ക് മാറണം. മുമ്പ് ടീച്ചിങ് ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസിയുടെ ഇടയിൽ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, പെർമനൻറ്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ ചോദിക്കും നമ്മൾ ഉടനെ ഒരു ലീവ് പ്ലാൻ ചെയ്യണ്ടോ. അതും ഒരു പാരൻ്റൽ ലീവാണെന്ന് പറയുമ്പോൾ അവർക്ക് എളുപ്പം നമ്മളെ മാറ്റാൻ പറ്റും, വേറെ കാൻഡിഡേറ്റ്സിനെ എടുത്താൽ മതി. പക്ഷേ ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഈ പ്രഗ്നൻസിയുടെ ഇടയിലാണ് എനിക്കൊരു പുതിയൊരു പെർമനൻറ്റ് പാർട്ട് ടൈം ജോബിലേക്ക് ഞാൻ മാറിയതും. ഇതിനെല്ലാം ഈശോയോടും മാതാവിനോടും 1000 നന്ദി. എൻ്റെ പേര് ജിൻസി. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് മലങ്കര സെൻറ്റ് ജൂഡ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 7-ാം തീയതിയാണ്.
ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. റീസെൻ്റായിട്ട് കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരവസരത്തിലാണ് എനിക്ക് ജർമ്മൻ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരവസരം കിട്ടിയത്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്നത്. എൻ്റെ ചിന്തയിലോ വിചാരത്തിലോ പോലും ഇല്ലായിരുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് പഠിക്കാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പഠിക്കാൻ ശ്രമിക്കാതിരുന്നത്. ചെറുപ്പം മുതലേ മാതാവിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ നല്ലൊരു മാതാവിൻ്റെ ഭക്തയായിരുന്നു. എന്നെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവെ നിന്നെ ഞാൻ ഓർക്കുന്ന ഒരു പാട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ കൊന്ത പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാനും എൻ്റെ അനിയനും ചെറുപ്പം പോലെ കണ്ടു വളർന്നതാണ്. എൻ്റെയും എൻ്റെ അനിയൻ്റെയും ഉള്ളിൻ്റെ ഉള്ളൊരു ബോധ്യമുണ്ട്, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടും. അങ്ങനെ എൻ്റെ അമ്മയുടെ ആ കണ്ണുനീരും പ്രാർത്ഥനയും കണ്ടു വളർന്ന് ഞങ്ങൾക്കും ചെറുപ്പം പോലെ മാതാവിൽ നല്ല വിശ്വാസമാണ്. അമ്മ ഞങ്ങളോട് ചെറുപ്പം പോലെ ഞങ്ങളോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മാതാവിനോട് ചോദിക്ക്, മാതാവിനോട് അപേക്ഷിച്ച മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഈശോ നമുക്കത് സാധിച്ചു തരും. ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, അത് എന്തെങ്കിലും അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു കാര്യം കൊണ്ടായിരിക്കും എന്ന് അമ്മ പണ്ട് പോലെ ഞങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ അമ്മയുടെ മാതാവിലുള്ള വിശ്വാസം കണ്ടു വളർന്ന് ഞങ്ങൾക്കും മാതാവിൽ നല്ല വിശ്വാസമായിരുന്നു. ഈ കൃപാസനത്തിൽ വരാനും എൻ്റെ അമ്മ തന്നെയാണ് കാരണം. ഇതെനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് ഞാൻ എന്നും പറഞ്ഞ് വിഷമിക്കുമ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞെടി കൃപാസനമുണ്ട്. അപ്പം എൻ്റെ ഒരു ചേച്ചി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അതിന് മാതാവിൻ്റെ മധ്യസ്ഥത്താൽ വേഗം ചേച്ചിക്ക് UKV IELTS പാസ്സായി ചേച്ചി പോയി. അതൊക്കെ ഒരു അമ്മ എന്നോട് അടയാളമായിട്ട് പറഞ്ഞ് അമ്മ എന്നോട് നിർബന്ധിച്ചു, നീയും പോയി അവിടെ ചെല്ല് എന്ന് പറഞ്ഞത്. എനിക്ക് വരാനറിയില്ല. പിന്നെ നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൃപാസനത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാലും ഇത് പഠിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2-3 പേര് പോരുന്ന കൂടെ ഞാനും പോയി നോക്കാം എന്താണെന്ന് അറിയാമെന്നാൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൃപാസനത്തെക്കുറിച്ചോ കൃപാസന മാതാവിനെക്കുറിച്ചോ അറിയത്തില്ല. കാരണം ഞാനത് അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷേ എന്തോ അവരുടെ കൂടെ സാധാരണ വരുന്ന പോലെ വന്നു. ഞാൻ ആ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ചെങ്കിലും മാറിയപ്പോൾ എനിക്കറിയത്തില്ല, എന്തോ ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി. കുർബാന തുടങ്ങാൻ നേരം ആയിരുന്നു. ഞങ്ങളിവിടെ വന്നു നിന്നു. ഈ ആദ്യത്തെ റോയിൽ തന്നെയാണ് നിന്നത്. എന്തോ ആദ്യം കുർബാന തുടങ്ങി അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ അറിയാതെ ആ കുർബാന മുഴുവൻ ഞാൻ കരഞ്ഞു. എന്തിനാ ഞാൻ കരഞ്ഞേന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് എന്തോ ഒരു ആത്മവിശ്വാസമായി. ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും എന്നിലുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലാസ്റ്റാണ് ഈ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നത്. അതിനു മുമ്പ് ഞാൻ കുറേ പൈസ അതിനും ഇതിനെന്നൊക്കെ പറഞ്ഞാൽ OET പഠിക്കാനൊക്കെ ആയിട്ട് കുറേ പൈസ ഇതിന് കൊടുത്തു, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ കൊടുത്തു. അതൊക്കെ നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന സമയം എന്നിട്ടാണ് ലാസ്റ്റ് ഈ ജർമ്മനിൽ വന്ന് ചേർന്നത്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, എന്നെക്കൊണ്ട് താങ്ങുന്നില്ല. ഞാനാണെങ്കിൽ ഒത്തിരി പേരുടെ പ്രതീക്ഷയായിട്ടാണ് നിൽക്കുന്നത്. അമ്മയെ പാതി വഴിയിൽ മുടങ്ങിപ്പോകാൻ എന്നെ നീ അനുവദിക്കരുത്, ഇനിയും പൈസ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ എന്ന് കുറിച്ച് ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു. കുർബാന മുഴുവൻ ഞാൻ നിന്ന് കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്നോ എങ്ങനെ കരച്ചിൽ വന്നതെന്നോ എനിക്കറിയത്തില്ല. അതിനുശേഷം മാതാവിൻ്റെ രൂപം പിടിച്ചുകൊണ്ട് റാലി വെപ്പം ഞാൻ എല്ലാവരും പിടിക്കുന്ന കണ്ടു, മാതാവിൻ്റെ ഫോട്ടോയും ആ തിരിയുമൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായി. ഞാൻ പറഞ്ഞു, അമ്മയുടെ രൂപം പിടിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, അത്രമാത്രം പാപിയല്ല ഞാൻ, എനിക്കൊരു അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു തിരി പിടിക്കാനെങ്കിൽ അമ്മ എന്നെ അനുവദിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ആ ടോക്കൺ നറുക്കെടുത്തപ്പോൾ മാതാവിനെ തന്നെ പിടിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കറിയില്ല എനിക്കുണ്ടായ സന്തോഷം. അവിടെ തൊട്ട് ഞാൻ പല സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, എൻ്റെ കൂടെയുണ്ടെന്ന്. അപ്പം ആദ്യത്തെ പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി. രണ്ടാമത് എഴുതി, പക്ഷെ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു. ഞാൻ തോറ്റുപോയി. അത് ഒട്ടും മാർക്കില്ലാതെ ഭയങ്കര മാർക്ക് കുറവിൽ ഞാൻ തോറ്റു. ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി.
ഒന്നാമത്തെ കാര്യം പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം, രണ്ടാമത്തെ കാര്യം ട്രാവലിന് എക്സ്പെൻസ്, അങ്ങനെ ഒത്തിരി പൈസയൊക്കെ മുടക്കും. നമുക്ക് ഈ ഇല്ലാത്തടത്തുനിന്ന് എൻ്റെ ഹസ്ബൻഡ് ബസ് ഡ്രൈവറാണ്, അതിനകത്തുനിന്ന് ചുരുക്കി പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി പൈസയൊക്കെ നഷ്ടപ്പെടുകയാണ്, ഭയങ്കര വിഷമമായി. അപ്പോൾ ഇത് ഇങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ ഒത്തിരി വിഷമിച്ച് മാറിയിരുന്ന് കരഞ്ഞ സമയത്ത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ വിളിച്ചു. ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ വന്നിട്ടുണ്ട്, 5 പേര് സെലക്ട് ആയതിൽ ഒരാൾ നീയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി എന്നെ അമ്മ ഉപേക്ഷിച്ചിട്ടില്ല, എൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അമ്മ എന്നെ കാണിച്ചു തരുന്ന പല അടയാളങ്ങളായിട്ട് എനിക്ക് ഇതിൻ്റെ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ മനസ്സ് വിഷമിക്കുന്ന പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇല്ല ഞാനുണ്ട് കൂടെ എന്ന് എൻ്റെ അമ്മ എനിക്ക് അടയാളം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാതാവ് നോട്ട് ബൈ മെരിറ്റ് വിത്ത് ഗോഡ് ഗ്രേസ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പറയാം. ഈ വരുന്ന എൻ്റെ എക്സാം പാസ്സായി, ഞാൻ ഫുൾ മൊഡ്യൂൾ എനിക്ക് കിട്ടി. ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് എൻ്റെ കൂടെ. അതിന് ഞാൻ പറഞ്ഞു, അമ്മേ തന്നെ പോകാം, പുതിയൊരു സ്ഥലമാണ്, ഞാൻ അറിയാത്ത ആൾക്കാരാണ്, എനിക്ക് എങ്ങനെ ഒന്നും എനിക്കറിയില്ല, ഭാഷ പഠിച്ചെന്നല്ലാതെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല, എൻ്റെ കൂടെ ഉണ്ടാവണേന്ന്. അവൾ നേരത്തെ പരീക്ഷ പാസ്സായതും അവളുടെ വിസ നേരത്തെ വന്നതാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് കൂടെ കരുതിയതുപോലെ എൻ്റെ ഒപ്പം തന്നെ അവൾക്ക് പോരാനായിട്ട് അവളുടെ പേപ്പറുകളൊക്കെ ശരിയായി. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അതൊന്നും ഞാൻ എൻ്റെ കഴിവും കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ അറിയാതെയും അറിഞ്ഞും എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബങ്ങളിലൂടെ, എൻ്റെ മാതാപിതാക്കളിലൂടെ, എൻ്റെ സഹോദരൻ, എൻ്റെ ജീവിത പങ്കാളിയിലൂടെ. ഇത്രയൊക്കെ ഒരു യോഗ്യതയും ഇല്ലായിരുന്നിട്ടും എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഈ അൾത്താരയിൽ നിന്ന് ഒത്തിരി നന്ദി പറയുന്നു. ഈ നിമിഷം ഇവിടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നതുപോലും എൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കുറേ ആയിട്ട് പ്രാർത്ഥനകളൊക്കെ അങ്ങനെ ഒന്നും ഇല്ലാതെ മുടങ്ങിക്കിടക്കുമായിരുന്നു. കൊന്തയൊന്നും കൂടുതൽ ചെല്ലാതെ എല്ലാം ചൊല്ലി കൊന്തയും പ്രാർത്ഥനയൊക്കെ ചൊല്ലി വരുന്ന ഒരു കുട്ടിക്കാലം ഒരു ഇതൊക്കെ ആയിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ആ സമയമൊക്കെ ആയപ്പോൾ അതിനകത്തൊക്കെ പിന്നെ മുടക്കം സംഭവിച്ചു. മുടങ്ങിയൊക്കെ പോയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ഉടമ്പടിക്ക് ശേഷം എനിക്കെൻ്റെ പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുവരാനും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പള്ളിയിൽ പോകാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ കുമ്പസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ദൈവത്തെ കാണാനും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യാനും മാതാവിനെക്കുറിച്ച് പറയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചിമാരുടെ അഗതി മന്ദിരമുണ്ട്. ഞാൻ അവിടെ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പോട്ടും എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകും, എന്നെ കൈവിടില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ. അതിനെന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ തമ്പുരാന് ഒത്തിരി നന്ദി.